തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ ഏൻ സടി വാൻമതി പൈങ്കിളി ആസ തീര വാട്ട് നീ ഒന്ന നനച്ചു നൂറുകള പോടി സോകത്തിൽ ഒന്നു വളക്കല ദാടി കെത്ത് കാട്ടിട്ട് അളൂറനെ അഴുത് മുടിച്ചിട്ട് സിരിக்கிறനെ തേൻമൊഴി പൂങ്കൊടി വാടി പോച്ചേ ഞാൻ ചെടി മാൻമതി പൈങ്കിളി ஆச தீர வாட்டு நீயே. இந்த மாதிரி ஒரு மேட்டர் நடந்ததை நானும் மறந்துடுறேன், நீயும் மறந்துடுறேன். ஓகேவா? ഹലോ നദീറ സ്റ്റെഫി ഇവിടെ ഒന്ന് വീഡിയോ കോൾ ഇട്ടാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്തോടാ ഓക്കെ നിന്റെ പെണ്ണും പിള്ള ചേച്ചി ചേച്ചി അതല്ല, ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ല. ഇതാണ് ഇവ ഷൂട്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. ചേച്ചി 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 ഇവരെ ഇനി വീട്ടിൽ കയറ്റരുത് കേട്ടാ. ചേച്ചി പോടാ മണ്ട പോട്ടാ അയ്യോ എന്തുവാടാ കാണിക്കുന്നത് നീ? പാട്ട് ഡാൻസ് ഞങ്ങൾ പോയതറിഞ്ഞില്ലേ? പോയതറിഞ്ഞു വന്നതറിഞ്ഞില്ല, അതാണ് പ്രശ്നം. അതെ, ഇനി ഞങ്ങൾ വന്നിട്ടായിരുന്നേ കാണായിരുന്നു. അളിയാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. പറ അളിയാ. 10-25 വർഷമായി ആങ്കറിംഗ് വേണ്ടി നടക്കുന്നത്. ഇതുവരെ എന്നെ ഇഷ്ടമാണെന്നോ എന്റെ ഫാനാണെന്നോ പറഞ്ഞ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോലോ ഫേസ്ബുക്കിലോ പോലോ ഒരു മെസ്സേജ് വന്നിട്ട് അപ്പോഴാണ് ഒരു ചേച്ചി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ചേച്ചിക്കും മക്കൾക്കും ഇഷ്ടമാണെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അല്ലാതെ അത്ഭുതമുള്ളൂ. ഇത്തവണത്തേക്ക് ആശാനോട് ഭാര്യ ക്ഷമിച്ചിരിക്കുന്നു. വലിയ സന്തോഷം. ഒരു പൊതുവേദിയിൽ എന്നെ ഇഷ്ടമാണെന്നും എന്റെ ഫാനാണെന്നും എന്നെ എന്താ പറയുന്നത് എന്നെ ആരാധിക്കുന്നതൊക്കെ അത് മക്കൾ ഉൾപ്പെടെ. ചേച്ചിക്ക് നല്ലൊരു കൈഡി കൊടുത്തോ. താങ്ക് യു സോ മച്ച് ചേച്ചി. വിജയുടെ ഗംഭീരമായ റൊമാൻറ്റിക് പെർഫോമൻസസ് കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ബൈജി ഫ്യൂച്ചർ അടിച്ചു കേറി വാ, കോ-ബ്രാൻഡഡ് ബൈ KSF ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ISSD. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി പീരിയഡ് ബാര. ഇന്നലെ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? ഇന്നലെ സംഭവിച്ചത് മുഴുവൻ നീ പറഞ്ഞോട്ടെ ഞാൻ പറയണ്ട, നിങ്ങൾ ഹൈലൈറ്റ്സ് കണ്ടിട്ട് തിരിച്ചു വാ. നോക്കി 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 രണ്ട് ലെവലിൽ നമ്മൾ തൊപ്പിയിട്ട് ജയിച്ചു. വട്ടത്തിൽ ചപ്പാത്തിയും ഒരു ചതഞ്ഞ ഇന്ത്യയുടെ മാപ്പും. ചപ്പാത്തി പരത്തലിൽ വിജയിച്ചിരിക്കുന്നു നമ്മുടെ ടീം. ഇത്രയും നേരം പാവപ്പെട്ട നാദിജി കഷ്ടപ്പെട്ട് നേടിയെടുത്ത 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. അപ്പൊ എന്തായാലും ശരി, ഏറ്റവും ഭാഗ്യമാനായിട്ടുള്ള ഒരു സാറാണ് നമ്മുടെ സ്വന്തം അജിത് സാർ. പക്ഷെ അജിത് സാറെ നമ്മുടെ ലെവൽ 4ലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണോ പ്രശ്നം? കാര്യം ഭാഗ്യം മാത്രം പോരാ, കഴിവും വേണം. അതാണ് ആവശ്യത്തിലേറുണ്ടല്ലോ. സാറേ, ഇതിൽ പണിപ്പാളാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു നോക്കൌട്ട് റൗണ്ട് ആണ്. ഓക്കെ, ഇതിൽ തോറ്റാൽ നമുക്ക് ഇനി അടുത്ത മത്സരമില്ല, നമ്മൾ നേരെ വെളി പോണ്ടി വരും. ഓക്കെ. പണിപാളി കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 50,000 രൂപയുടെ സമ്മാനമാണ്. അതായത് ഒരു 20,000 കൂടെ. ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 30,000ന്റെ കൂടെ ഒരു 20,000 രൂപയുടെ TV. അങ്ങനെ ടോട്ടൽ കിട്ടാൻ പോകുന്നത് 50,000 രൂപ. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങൾക്ക് അടുത്ത ലെവൽ ഇന്ന് കളിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ ബൗളിൽ നിറയെ ബോൾസ് ഉണ്ട്. 10 ബോൾ വീതമുണ്ട് ചേച്ചി. അജിത് സാർ, അവിടെ 2 ഗ്ലാസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ബോൾസ് എറിഞ്ഞ് ആ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ്. 60 സെക്കൻഡ് സമയം കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ബോളുകൾ ആ ഗ്ലാസ്സിൽ എത്തിക്കുന്നത് അവർക്കായിരിക്കും 50,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. പണിപാളി റൗണ്ടിലെ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. Your time starts now. അയ്യോ, അതല്ല, ഇവിടെ നിന്നിട്ട് എറിയല്ല. ഇവിടെ നിന്നിട്ട് അങ്ങനെ എറിഞ്ഞിടണം, എത്തിയിടരുത്. എത്തിയിടരുത്. നോക്കി നോക്കി കൈവച്ചു കൊടുത്ത് ഒരു ബോൾ ഇട്ട് അവിടെ. സാറ് അവിടെ 1 വീണ്, 2 വീണ്. ഇവിടെ സാറ് 1 ഇട്ടു. സാറ് 2 ഇടാൻ പോവുകയാണ്. സാറ് 2 ഇപ്പൊ ഇനി എടുത്തൂടാ. സാറ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇടാൻ പോവുകയാണ്. ചേച്ചി ശ്രദ്ധിച്ചു. സാറ് ഇട്ടോ സാറേ. സാറിന് ഇനി ഇടാൻ ഒരു ബോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ സാറ് 2 ബോൾ ഇട്ടിരിക്കുന്നു. സമയം തീർന്നിരിക്കുകയാണ്. 60 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നദീറ ഒരു
പ്രളയം സൃഷ്ടിച്ചിരിക്കുകയാണ്. നോക്കൌട്ട് റൗണ്ടിൽ 50,000 രൂപ നേടി ഇത് അടിച്ചു കയറി വരുന്ന ചരിത്രം. നമ്മുടെ നാദ്ര ചേച്ചിയുടെ സാറിന് ആ സമ്മാനം കൊടുക്കണം. ആ, അതാണ് നാദ്ര ചേച്ചി. ചേച്ചി സമ്മാനം ഒരു കൊടുക്കാൻ അമ്മയുടെ വാത്സല്യം സാറിന് വേണം. ഇപ്പം ആ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വാത്സല്യവും ഒരു ആശ്വാസവും കൊടുക്കണം. മോട്ടിവേഷൻ ഭാര്യ നിറയെ സാറിന് തളർച്ച മാറ്റാൻ നല്ല പാലക്കാടൻ നെല്ലരി നിറങ്ങുന്ന അരിയാണ് സമ്മാനമായി ലഭിക്കുന്നത്. നാദര- സാറ് വീട്ടിൽ കൊണ്ട് കഞ്ഞി വെച്ച് കൂടി ചേച്ചി കൂടെ ഒരു അമ്മയായിട്ടുള്ള നിന്ന് ആശ്വസിപ്പിച്ചോ സാറിനെ? സാറിന് കയ്യിൽ കൊടുത്ത് സാറ് പോയിട്ട് KSF ഹാർമോണി ചിട്ടുകളിൽ ചേരണം. ഓക്കെ. സാറിന് നല്ല ഭാഗ്യമുണ്ട് ഇപ്പോ. അപ്പൊ ബമ്പർ സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ സാറിന് സിംഗപ്പൂരിലേക്ക് ഒരു വിമാനയാത്ര ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ധൈര്യമായിട്ട് ചേർന്നോ സാറേ. ഇനി അരി കൊണ്ട് പിള്ളേരെ കൊടുക്കും. താങ്ക് യു സർ, താങ്ക്സ് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. നോക്കൌട്ട് റൗണ്ട് ജയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഞാനും അമ്മാവൻ ചേച്ചിയും വരണം. സ്റ്റെഫിയും കൂടെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു വേൾഡ് ടൂർ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. 50,000 രൂപയുടെ സമ്മാനമല്ലേ എളിയ ഇതിലിരിക്കുന്നത്. എന്തൊക്കെയാണ്? TV, മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ എത്ര സമ്മാനമാണ് എന്റെ മുത്തേ ഇഞ്ച് നേടിയിരിക്കണത്. അങ്ങോട്ട് തരുന്ന കൈയടി. അങ്ങനെ എനിക്ക് മത്സരിക്കാൻ ആരുമില്ലാതെ ഞാൻ വീണ്ടും ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ സാറിൽ, പക്ഷെ സാറിന് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. പോട്ടെ, സാരില്ല. റിസർവ് സമയമായി. വെയിറ്റ് ലിസ്റ്റിലുള്ളവർ വാ, വരൂ 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 വരൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സിബിന്റെ ടീമിലേക്ക് നമുക്കൊരു പടക്കുതിരയെ ആവശ്യമുണ്ട്. നമ്മുടെ നാദിര ചേച്ചിയായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റർ ആണ്, ഒരു നാക്കുളുക്കി എന്ന് പറയും. പക്ഷെ അതിനോട് സാമ്യമുള്ള ഒരു സംഭവമാണ്. എളുപ്പം ഒരു ഡയലോഗ് പറഞ്ഞുതരാം, ഒരു ഫേമസ് ഡയലോഗാണ്. അത് റിപ്പീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പം മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം കൂടെ മനസ്സിലാവാതെ പോകും. മനസ്സിലായ ശരി, ഇനി എവിടെ നിന്ന് തുടങ്ങുന്നെന്ന് പറ. അവിടെ നിന്ന് തുടങ്ങാം. മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് തോന്നുകയാണ്. കഴിഞ്ഞു പോയി. അടുത്തത് മനസ്സിലാവാത്ത കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം കൂടി മനസ്സിലാവാതെ പോവും. മനസ്സിലായോ? സോറി, ഏറ്റവും നന്നായിട്ട്. തട്ടത്തിൻ മറയത്തെ പെണ്ണെ. റെജീന. അപ്പൊ റെജീന ചേച്ചിയാണ് മത്സരിക്കാൻ വരുന്നത്. റെജീന ചേച്ചിക്ക് നല്ലൊരു കൈയടി. Thank you മക്കളെ all. പോരുത്. നന്നായിട്ടുണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. കൊടുക്കൂ. ഒപ്പം തന്നെ നെല്ലരി നൽകുന്ന പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസും ഉണ്ട്. ഓക്കെ, ഓഡിയൻസിനോടുള്ള ആദ്യത്തെ ചോദ്യം. ഹൃദയം സീരിയലില് സിദ്ധുവിന്റെ വിവാഹം ഇപ്പോൾ ആരുമായാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ഇനി ആൻസർ പറഞ്ഞ ചേച്ചി. ചന്ദ്രലേഖ. ആൻസർ ആണ്. സൂര്യജിയുടെ കടുത്ത ഫാനാണ് എന്റെ പൊന്നു ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? സൗജത്ത്. സൗജത്ത്. ചേച്ചിക്ക് ഈ സൂര്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാ? ഭാവന. ഭാവന. അപ്പോ ചേച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാവന തന്നെ നൽകുകയാണ്. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ്. താങ്ക് യു സോ മച്ച്. മാംഗല്യം തന്തുനാനെ സീരിയലിലെ നിധിയുടെ ജോലി എന്താണ്? ഒരു ചേച്ചി ആവേശത്തോടു കൂടി പറഞ്ഞ്. എന്താ ചേച്ചി ആൻസർ? പറഞ്ഞോ ചേച്ചി. ആയ കറക്റ്റ് ആൻസർ ആണ്. എന്നാ അവൻ എണീക്കി. ചേച്ചി എണീക്കി. അവൻ അവിടെ നിർത്ത്. അവൻ ചേച്ചി എണീറ്റോ? ഒന്ന് എണീറ്റോ? ഡീപ് പൂൾ കാർ ഷാമ്പൂ നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് കൈലാഷ് കൊടുക്കുന്നത്. താങ്ക് യു. മത്സരിക്കാൻ നമ്മുടെ ചേച്ചി എത്തിയിട്ടുണ്ട്. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് രജീന. രജീന ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്യാണ്. അടിപൊളി. സിംഗർ ആണ്. സൂപ്പർ. ഒരു സോഷ്യൽ വർക്കർ ആണ്. അടിപൊളി. സർവോപരി എല്ലാവരുടെ കൂടെ ഏകദേശം നമ്മുടെ സ്റ്റെഫിയെ പോലെയാണ്. അഡ്വക്കേറ്റ് ആണ്, മാർഷ്യൽ ആർട്സ് ഉണ്ട്, യോഗയുണ്ട്, ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്. ആ ലെവലാണ് ആ സാധനം. ഇവന്റെ ടീമിൽ നേരത്തെ ഒരു മെസ്സിയും വന്നു, ഒരു റൊണാൾഡോയും വന്നു. പക്ഷെ ഇവരെ രണ്ടുപേരെയും ഗോൾ വലക്കകത്തേക്ക് അടച്ചു കയറ്റി ഈ മറഡോണ. സമ്മാനം ഒരാൾക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ കൂടെ വരുന്നവരെല്ലാരും ഇങ്ങനെയായ ഞാൻ ലെവൽ 5 ചേച്ചി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം 25,000 രൂപ വിലമതിക്കുന്ന ഒരു AC കൂടെ ചേരുന്നു നിങ്ങളുടെ സമ്മാനത്തിലേക്ക്. അങ്ങനെ ടോട്ടൽ 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിലെ അടിച്ചു കയറി വായുടെ ഫിനാലിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലെവൽ 5 നമ്മൾ പോകുന്നു.
ശരി, ഞങ്ങൾ ഇവിടെ കുറച്ച് സ്പോഞ്ചസ് വെച്ചിട്ടുണ്ട്. ഈ സ്പോഞ്ചസ് ഓൾറെഡി വെള്ളത്തിൽ മുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഇത് വെച്ചിരിക്കുന്നുണ്ട്, ഒരു കണ്ടെയ്നർ. പിന്നെ ഈ കണ്ടെയ്നറിലേക്ക് നിങ്ങൾ ഇതിലെ വെള്ളം പിഴിഞ്ഞൊഴിക്കണം. ഇത്രേ ചെയ്താൽ മതി. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഒഴിക്കുന്നത് അയാൾ ജയിക്കും. ഇത്രയുള്ള സിമ്പിൾ ഗെയിം. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. അത് അവിടെ വൺസ് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് വേണം മരുന്ന് അടുത്തെടുക്കാൻ. ഓക്കെ, and your time starts now. ഒരെണ്ണം എടുക്കാവൂ. മാക്സിമം മാക്സിമം നമ്മള് ജിമ്മിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യണം മുഴുവൻ. വെള്ളം വെളി കളയരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ വെള്ളം വെളി കളയരുത്. വെള്ളം തീരും ചേച്ചി, വെള്ളം കളയരുത്. ഒഴിച്ചോ. നല്ല നന്നായിട്ട് പിഴി ചേച്ചി അങ്ങോട്ട്. ഭർത്താവിനെ മനസ്സിൽ കൊണ്ടുപോകാം. ചേച്ചി ഇത് വീണ്ടും ഇവിടെ കൊണ്ട് വെക്കല്ലേ, ഇത് എനിക്ക് ഇയാള് സാരി വാങ്ങി തരൂലേ. സ്പോഞ്ച് അവിടെ വെച്ചിട്ട് വരണം. സ്റ്റെഫി ആ സ്പോഞ്ച് അവിടെ വെക്കാൻ പറയണേ. അവിടെ വെച്ചോ, ഫുള്ള് മാക്സിമം. അടിപൊളി. സ്പോഞ്ചിന്റെ കൊരവള്ളി പിടിച്ചോ. ഈ 3 എണ്ണം ബാക്കിയുണ്ട്. അങ്ങോട്ട് 3 എണ്ണം ബാക്കി. കളയല് ചേച്ചി, വെള്ളം കളയരുത്. അടിപൊളി. ഇതാ ഞാൻ ചേച്ചി ജയിച്ചോണ്ടിരിക്കുന്ന. 2 കൂടി. ചേച്ചി പെട്ടെന്ന് 2 കൂടി. പിടി. Come on. അടുത്ത ലാസ്റ്റ്. മതി. 2, 1, 0. Stop. മിസ്റ്റർ സിവിൻ, ഒന്ന് മാറി തന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാമായി. ഞാൻ പോട്ടെ, ശരി എന്നാ. ഏത് സൈഡ് തിരിഞ്ഞെണീറ്റാണോ എന്തോ ഇന്ന്. മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ. 5th level 75,000 rupees goes to none other than നദീറ ചേച്ചിക്ക് 75,000 rupees ഈ ലെവലിൽ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? വീട്ടിൽ നിന്ന് നല്ല കുളുകുള തണുക്കാനായിട്ട് നല്ല ആളിപ്പോളയൊരു AC. മാത്രമല്ല അതിന്റെ പുറകെയുള്ള ബാക്കിയുള്ള ലിസ്റ്റും ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, തേപ്പൊട്ടി ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്. എനിക്ക് ഒന്നുമില്ല ചേച്ചി. ചേച്ചിനെ തിരിഞ്ഞു നോക്കിയിട്ടെ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് ഒഴികെ ബാക്കിയല്ല ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ. ഞാൻ ഒരു കാര്യം പറയട്ടാ, അങ്ങോട്ടുമില്ല ആ ലോറി നമ്മൾ ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കൈലാശിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കൂ. അളിയൻ അവിടുത്തെ കൊച്ചു മുതലാളിയാണല്ലോ. ഈ കൊച്ചു മുതലാളി എങ്ങനെയാണ് ഇത്രയും സൗമ്യമായിട്ട് മാന്യമായിട്ട് തൊഴിലാളികളോടൊക്കെ പെരുമാറുന്നത്? വൈ അച്ഛനെ പോലെ അല്ലല്ലോ. വൈ അങ്ങനെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയും കൂടും. അടിപൊളി. അതാണ്. അപ്പൊ നമ്മൾ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഫാക്ടറിയിൽ നിന്ന് മാറാറേ ഇല്ലല്ലേ? അല്ല, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ബിസിനസ് നന്നായി റൺ ചെയ്യണമല്ലോ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാനും പഠിക്കുക. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടും. അത് കൊച്ചു മുതലാളിയുടെ ഒരു സ്ട്രാറ്റജി ആണോ? അത് സ്ട്രാറ്റജി അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതോ അവിടെ പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും ചട്ടമ്പിപ്പാറ് മാത്രമായിരിക്കൂല? ഇല്ല, എന്തായാലും നോക്കാം നമുക്ക്. സത്യം പറഞ്ഞ ചട്ടമ്പി പാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവിടെ കിടന്ന് കറങ്ങുന്നതല്ലേ? നമുക്ക് എന്തായാലും ഇംപ്രസ് ചെയ്യണമല്ലോ, അല്ലെ? അങ്ങോട്ട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരൂലേ? വെയിറ്റ് ചെയ്യേ, നമുക്ക് പറയാം. ശരി, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസിന് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. ആയിക്കോട്ടെ. ഡോണ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി നൽകുകയാണ്. നന്നായിട്ടുണരാൻ 4 wish മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. സുധീര നമ്മുടെ പ്രിയപ്പെട്ട കൈലാഷ് നൽകുകയാണ് വണ്ടർലയുടെ നല്ല അടിപൊളി കപ്പിൾ എൻട്രി പാസ്. കപ്പിളാണല്ലോ അല്ലേ? ഇതിനു വേണ്ടി കപ്പിളാകും. കൊടുക്കൂ. അപ്പൊ വണ്ടർലയിൽ പോയി അടിച്ചു പൊളിക്കും. അങ്ങനെ 1, 2, 3, 4, 5 ലെവലുകൾ കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുകയാണ് 6th level. നമ്മുടെ ഫൈനൽ ലെവലാണ് എന്റെ ചേച്ചി. 1,05,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ഉള്ള സമ്മാനങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു ഭാഗ്യ പരീക്ഷണം, ഒരു ലക്കി ഡ്രോ ഉണ്ട്. ആ ലക്കി ഡ്രോയിൽ 2 സ്ലിപ്പ് ആയിരിക്കും എടുക്കാൻ പറ്റുന്നത്. ഒരെണ്ണത്തിൽ 20,000 രൂപയും ഒരെണ്ണത്തിൽ 5,000 രൂപയായിരിക്കും. ഇപ്പൊ ചേച്ചിക്ക് 20,000 രൂപ കിട്ടിയാൽ കൂടെ നിൽക്കുന്ന ആൾക്ക് 5,000 കിട്ടും. അദ്ദേഹത്തിനാണ് ചേച്ചിക്ക് 5,000 കിട്ടിയാൽ മറ്റേ ആൾക്ക് 20,000 രൂപ കിട്ടും. അതും കൊണ്ട് നമ്മൾ ഇവിടെ പിരിയും. ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പിന്മാറുകയാണെങ്കിൽ അതല്ല, ചേച്ചി അടുത്ത ലെവൽ 6th level കളിക്കാൻ സധൈര്യം തീരുമാനിക്കുകയാണ്. ചേച്ചി അതിലോട്ട് കാലെടുത്ത് വെച്ച് ചേച്ചി അതിൽ ജയിക്കുകയാണെങ്കിൽ കിട്ടും
1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. അതായത് തോറ്റാലും 30,000 രൂപയുടെ ഒരു ഫ്രിഡ്ജും കൂടെ ചേർത്ത് ചേച്ചിക്ക് 1,05,000 റുപ്പീസിന്റെ സമ്മാനങ്ങൾ കിട്ടും. ഇനി ചേച്ചി തോറ്റാൽ ചേച്ചിക്ക് 35,000 രൂപയുടെ സമ്മാനം കൊണ്ട് വീട്ടിൽ പോകും. മുന്നോട്ട് പോകാം. അല്ലേ? പക്ഷെ ഒരു കാര്യം, ഈ 6th ലെവലിൽ എങ്ങാനും നമ്മുടെ ഈ ചേച്ചിയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് എത്ര കിട്ടും? ഈ കിട്ടുന്ന സമ്മാനം മുഴുവൻ അവിടെ പോകും. 1,05,000 അങ്ങോട്ട് പോകും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നാദർ ചേച്ചി മുന്നോട്ട് പോവുകയാണ്. റെഡിയാണ്. ഒരു കുഴപ്പമില്ല. ആരാണ് 1,05,000 രൂപയുടെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കേണ്ടതാണ്. ഈ എപ്പിസോഡിന്റെ ഫൈനൽ ലെവലിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് മല്ലിക വാണന്റെ അമ്പും വില്ലും. ഒന്നുമില്ല ചേച്ചി, അവിടെ ഒരു കോളം വരച്ചിട്ടുണ്ട്, കണ്ടോ? എവിടെ? ആ ശരിയാ, ബാക്കിൽ. ഇവിടെ കുറച്ച് ബലൂൺസ് ഉണ്ട്. ചേച്ചിക്ക് 3 ചാൻസേ ഉള്ളൂ. ഈ 3 ചാൻസിൽ നിങ്ങൾക്ക് 2 പേർക്കും 3 ചാൻസ് ഇതുണ്ട്. ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിച്ചാൽ മതി. 1,05,000 രൂപയാ. ആദ്യം ആരാണ് പങ്കെടുക്കേണ്ടത്? റജി. എന്തൊരു സ്നേഹം നോക്ക്. റജീനയ്ക്ക് നല്ലൊരു കൈയടി. ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണോ? ഒരു ബലൂൺ പൊട്ടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഒരു 2 ബലൂണെങ്കിലും പൊട്ടിക്കണം. കാര്യം കിട്ടാൻ പോകുന്നത് 1,05,000 രൂപയാണ്. ടഫാക്കി. Get set, fire! സമയം എടുത്ത് വിട്ടാൽ മതി. സമയം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത്. ദേവസേന ചുമ്മാ ഫ്രണ്ടിൽ കയറി നിൽക്കുക. 1,05,000 രൂപ, 2 ബലൂൺ. അവസാന ചാൻസ്. ലാസ്റ്റ് ചാൻസ് ആണ്. ലാസ്റ്റ് ചാൻസ് ആണ്. ഇങ്ങോട്ട് വിട്ടാൽ മതി. അപ്പൊ ചേച്ചി ദാണ്ടെ ഇവിടെ നോക്ക്. 1,05,000 രൂപ വെറും 2. ഇനി നടക്കൂലേ? ഇങ്ങോട്ട് വിടും. അപ്പൊ അങ്ങോട്ട് പോകും. എനിക്ക് ഗ്ലാസ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. മൈ ഗാഡ്, എന്റെ പൊന്നോ, ആ ബോർഡ് കാർഡ് ബോർഡ് കൊണ്ടു. ബോർഡിൽ ഹോള് വീണ. അപ്പൊ കുഴപ്പമില്ല. രജനി ചേച്ചിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടിപൊളിയായിരുന്നു. 1,05,000 രൂപ, 1,02,000 ബലൂൺ. കോൺസെൻട്രേറ്റ്. അത് മലപ്പുറത്തിന് പോയി. ഇനി ഒരേ ഒരു കാര്യം ചേച്ചി, 2 അമ്പ്, 2 ബലൂൺ പൊട്ടിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും കൊണ്ടേ പറ്റൂ. ചേച്ചി നന്നായിട്ട് കുറച്ച് താഴോട്ട് പിടിച്ചോ. കുറച്ച് താഴോട്ട് പിടിച്ചാ കുറച്ച് താഴോട്ട്. പൊട്ടി. കൊണ്ടായിരുന്നു ആളിയാ. കൊണ്ടാ. വന്നു. ഇത് കറക്റ്റ് ആണ്. ഇതുപോലെ എയിം ചെയ്യൂ. കുറച്ച് താഴ്ത്തി. പൊട്ടി. നമ്മള് പോകുമ്പോ കുറച്ചും കൂടെ കൈ താഴ്ത്തി. കറക്റ്റാ. അത് വലിച്ചപ്പുറത്ത് കൊണ്ടു. ഇനി അത് വരൂല. കേട്ടാ? അങ്ങനെ മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ 6th ലെവൽ, ഫൈനൽ ലെവൽ. 1,05,000 രൂപയുടെ മത്സരത്തിൽ ധൈര്യമായിട്ട് പോരാടി ചേച്ചി തൽക്കാലം ഒന്ന് പിന്മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാലും നമ്മൾ തരാമെന്ന് പറയുന്ന എത്ര രൂപയുടെ സമ്മാനം മിസ്റ്റർ സിബിൻ? 35,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോവാ. ചേച്ചിക്ക് നല്ലൊരു കൈയടി. മനോഹരമായി നമ്മളിവിടെ മത്സരിച്ച് ഫൈനൽ വരെ എത്തി. എന്നാൽ ഫൈനൽ അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ രജനി ചേച്ചിക്ക് പാലക്കാടൻ നെല്ലരി റൈസ് നൽകുന്ന ഒരു മനോഹരമായ പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഈ 2 ദിവസം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച, നമ്മൾ ഒത്തിരി ഹാപ്പി ആക്കിയ ഒരാൾക്ക് ഈ ഹാപ്പി നൽകുന്ന ഹാപ്പി മൊമെന്റ്സിന് സമ്മാനം കൊടുക്കേണ്ടത് ആരെന്നറിയാവോ? നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കോളേജിന്റെ പ്രിയതമൻ, രോമാഞ്ചം, ആവേശം, അജിത് സാർ പ്ലീസ് കം. സർ, അപ്പൊ അജിത് സാറിന് ഹാപ്പി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് സാറിന് ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച 2 ദിവസം സാറാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നൽകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. 1ാമത്തെ ലെവൽ തൊട്ട് 6ാമത്തെ ലെവൽ വരെ ദൃഢതയാർന്ന പോരാട്ടത്തിലൂടെ നമ്മളെയൊക്കെ ത്രസിപ്പിച്ച മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറിവായുടെയും പെരിന്തൽമണ്ണയുടെയും ദ സൂപ്പർ ഫൈറ്റിംഗ് ലേഡി നാദിറ, സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് ഫ്രം മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറിവാ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി ആൻഡ് കൈലാഷ് കൊടുക്കുകയാണ്. ഒരു മെസ്സേജ് ചേച്ചിക്ക് എല്ലാവർക്കും വേണ്ടി കൊടുക്കണമെങ്കിൽ, എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും അത് തരണം ചെയ്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ എത്രത്തോളം നമ്മളൊരു കാര്യത്തിന് ആഗ്രഹിക്കുന്നു, ലോകം മൊത്തം അതിന്റെ കൂടെ നിൽക്കുന്ന പറയാം. ഓക്കെ, എന്ത് തീരുമാനിക്കണം, എവിടെ എത്തണം, നമ്മളാണ് നമ്മളെ കാര്യം തീരുമാനിക്കേണ്ടത്. അവിടെ നമ്മൾ എത്തിയിരിക്കും. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും എത്തിയ കൈലാശിന് ലഭിക്കുന്നു കെനഡി ടെക്സ്റ്റൈൽ നൽകുന്ന ഒരു സമ്മാനം. ടെക്സ്റ്റൈൽ കോലഞ്ചേരി നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഒപ്പം തന്നെ നന്നായി പുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അതോടൊപ്പം തന്നെ സൂര്യ ടിവിയുടെ പ്രിയപ്പെട്ട നമ്മുടെ ഭാവനയ്ക്ക്, സ്റ്റെഫിക്ക്, നമ്മുടെ
നദി ചേച്ചിയാണ് കൊടുക്കുന്നത്. നന്നായിട്ടുണരാൻ ഫോർ വിഷ് മാട്രസ് ഫോർ നന്നായി ഉറങ്ങൂ, ഹെൽത്തി സ്ലീപ്പ് നന്നായിട്ട് ആൻഡ് ഒപ്പം തന്നെ മെക്കിറ്റോസ് കുഞ്ഞുടുപ്പുകൾ നൽകുന്ന ഒരു കിടിലം സമ്മാനം. എത്രയും പെട്ടെന്ന് ഇവരടുത്ത് നന്ദി പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് എല്ലാം നന്ദി പറയാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്. ഓരോരുത്തർക്ക് അവിടെ വന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാരെയും കൂടെ ചേർത്ത പെരിന്തൽമണ്ണ ഇന്ന് ഇവിടത്തെ ദിവസവും ഇന്നത്തെ രാത്രി നിങ്ങൾ വളരെ മികവുറ്റതാക്കി. സന്തോഷം 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 ആൻഡ് ലവ് യു ആൾ. അപ്പൊ ഞങ്ങൾ യാത്രയാവാണ് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ചു കയറിയ കോ-ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ ISSD. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കുവാൻ ഹാപ്പി പീനട്ട് ബട്ടർ. ചാച്ചാ